നമസ്തേ. ഞാനിവിടെ ഇന്ന് വെൽക്കം ടു ഷനാസ് കിച്ചൺ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തൻ കൊണ്ടുള്ളൊരു പായസമാണ്. നല്ല ഈസിയാണ്, ഡെലിഷ്യസ് ആണ്, ഹെൽത്തിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ 8 ഇൻഗ്രീഡിയൻസ് എടുത്തത്. തേങ്ങാപ്പാൽ, രണ്ടാം പാലും ഒന്നാം പാലും എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, ശർക്കര ഉരുക്കിയത്, മത്തന് നുറുക്കി വെച്ചത്, പിന്നെ ഏലക്കായ്പ്പൊടി, അരിപ്പൊടി കുറച്ച്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടാം തേങ്ങാപ്പാൽ എടുത്തിട്ട് മത്തൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ വീഡിയോ കുറേ സമയം പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ വീഡിയോ, അതുകൊണ്ട് ആദ്യം നെയ്യിടുക. ആ നെയ്യിൽ വേവിച്ച് വെച്ചാൽ എൻ്റെ ഫേസ് നെയ്യിൽ വേവിച്ച് വെച്ച് ഉടച്ച് വെച്ചാൽ മൊത്തം വെച്ചിട്ട് അതിങ്ങനെ കുറച്ച് വഴറ്റുക. നെയ്യിലെ മത്തൻ കുറച്ച് വഴറ്റുക, തീ അധികം പാടില്ല. അതിൻ്റെ കുറച്ച് ആ നെയ്യിൽ നല്ലോണം ഒന്ന് വരണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെയ്യിൻ്റെ നല്ല ടേസ്റ്റ് വരും മത്തൻ്റെ ഉള്ളിൽ, അതാണ്. നല്ലോണം വരണ്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാം തേങ്ങാപ്പാലുണ്ട്, അതെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അത് വെച്ചിട്ടൊന്ന് തിളപ്പിക്കുന്നവരെ കുറച്ചൊന്ന് കുറുകുന്ന വരെ ഇങ്ങനെ കാത്തിക്കുക. ഇത് വിഷുവിനും ഓണത്തിനും പെരുന്നാളിനും ഒക്കെ വെക്കാൻ നല്ലൊരു ഐറ്റമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഞാൻ ഒഴിക്കാൻ പോവാണ്. ശർക്കര ഉരുക്കി വെച്ചത് കുറച്ചും കൂടി ഇങ്ങനെ കുറുകി വരുമ്പോൾ ആണ് അതിൻ്റെ ടേസ്റ്റായി വരിക. ശർക്കര പാനിയും പിന്നെ മത്തനും കൂടി എല്ലാം കൂടി ഒന്ന് ചേർന്നാൽ നല്ലൊരു ഇതായി വരും. കുറുക്കാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് കുറുക്കി കഴിഞ്ഞാൽ ഇത് രണ്ടാം പാലാണ്, രണ്ടാം തേങ്ങാപ്പാലാണ്. ആദ്യത്തെ പാലോട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അരിപ്പൊടി കുറച്ച് ഇട്ടിട്ട് ഇത് കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെടുത്ത് രാഗിപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് കുറച്ച് പാൽ വെച്ചിട്ട് കലക്കി വെക്കുക. ഇത് ലാസ്റ്റ് ഇടാനാണ്, ഇപ്പോൾ ഇടണ്ട. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ വേഗം ശർക്കര ഇട്ടതുകൊണ്ട്.
കുറുകി വരുന്നുണ്ട്. നമ്മൾ കാത്തു നിൽക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. അല്ലാണ്ടാണെങ്കിൽ വേഗം അടി പിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇത് പായസം വെക്കുമ്പോൾ എപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കണം. ഇനി ആദ്യത്തെ പാലെടുത്തിട്ട് ഒഴിക്കാൻ പോവാണ്. ആദ്യത്തെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല. സ്ലോ സിം ആക്കി വെക്കണം. എന്നിട്ട് ഈ അരിപ്പൊടി കലക്കിയത്, രാഗി ഉണ്ടെങ്കിൽ രാഗി കലക്കിയത് ഇട്ടിട്ട് ലാസ്റ്റാണ് ഏലക്കപ്പൊടി ഇടുക. ഞാനിത് ഓഫാക്കാൻ പോവാണ്. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ച നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലിടുക. പായസം റെഡി. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ഡ്രിങ്കിങ് ഇതിലാക്കിയതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടിയിലാക്കണമെങ്കിൽ കുറച്ച് കട്ടിയും ആക്കാം. മത്തൻ പായസം റെഡി ആയിരിക്കുന്നു. മത്തൻ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ്.